ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 4-ാം സ്കന്ധം 22-ാം അധ്യായം. സനകാദികളുടെ ഉപദേശം. മൈത്രേയൻ പറഞ്ഞു, ഏവം ജനം വിക്രമിയാം മൃദുവെ സ്തുതി ചെയ്യവേ അണഞ്ഞാരവിടെ സൂര്യാഭന്മാരാം സനകാദികൾ. ലോകപാപഹരം തേജസ്വത്ത സിദ്ധേശരാമവർ വാനിങ്കൽ നിന്നിറങ്ങുന്നതായി കണ്ടാൻ സാനുഗൻ നൃപൻ. തദ്ദർശനോൽഗത പ്രാണൻ വീണ്ടെടുപ്പതിനെന്ന പോൽ എണീറ്റാർന്നാൻ തത്സവിധം ശബ്ദാദിയ മനസ്സുപോൽ. എതിരേറ്റാസനം നൽകി ഭക്തിയാൽ നതശീർഷനായി പൂജിച്ചാൻ അവരെ ധർമ്മവിത്താം ഭൂപൻ യഥാവിധി. സദാചാരത്തെ മാനിച്ചുകൊണ്ട പാദങ്ങളെ സ്വയം കഴുകി തൽപാദതീർത്ഥം ചേർത്താൻ മൗലിയിൽ മന്നവൻ. വേദിമേലഗ്നി പോൽ പൊൻപീഠത്തിന്മേല അഭവാഗ്രജൻ ശോഭിക്കെ വിനയശ്രദ്ധാപൂർവം ചൊന്നിതു ഭൂപതി. പൃഥു പറഞ്ഞു, യോഗി ദുർലഭമാം യുഷ്മദ്ദർശനം ശുഭരൂപരെ ലഭിക്കാൻ തക്കവണ്ണം ഞാൻ ചെയ്തൊര പുണ്യമെന്തുവാൻ. വിപ്രരാരിൽ പ്രസാദിപ്പത് അവനിൽ തുഷ്ടരായിടും ഹരിയും രുദ്രനും. പിന്നെ അവനെങ്ങെന്തു ദുർലഭം. സർവദ്രഷ്ടാവിനെ സർവഹേതുവാം മഹദാദി പോൽ കാൺമീല ലോകം. മുപ്പാരും സഞ്ചരിക്കുന്ന നിങ്ങളെ ആർതൻ ഗൃഹത്തിൽ താനും തൻ ഭൃത്യരും നേർതൃണാദിയും പൂജിപ്പൂ പൂജ്യരെ. ധന്യരവർ നിർധനരെങ്കിലും ഭഗവത് ഭക്തർ തൻ പാദം കഴുകാതുള്ളൊരഗൃഹം പാമ്പു പാർക്കും മരം പോലെ വർജ്യം. സമ്പന്നമെങ്കിലും മോക്ഷേച്ഛയാൽ ചെറുപ്പന്നേ സശ്രദ്ധം യഥചിത്തരായി വൻവ്രതാദിചരിപ്പോരേ. സ്വാഗതം മുനിമുഖ്യരെ. സ്വകർമ്മത്താൽ ക്ലേശപൂർണം ഭവത്തിൽ തന്നെ നീന്തവേ ഭോഗം പുമർത്ഥമായി കാണും ഈയുള്ളോർക്കെന്തുവാൻ സുഖം. അയുക്തം കുശലപ്രശ്നം ആത്മാരാമരോടോർക്കുകിൽ സുഖാസുഖമനോവൃത്തിയെങ്ങുവാൻ യുഷ്മദാദ്യരിൽ വിശ്വാസപൂർവം. അതിനാൽ സദ്യശ്രേയസ്സു തൻ വഴി ദീനവത്സലരാം നിങ്ങളോടു ചോദിച്ചിടുന്നു ഞാൻ. ധീരർക്കാത്മസ്വരൂപത്തെ കാട്ടും ഭഗവാൻ ഹരി ഭക്താനുഗ്രഹമോർത്ത് ഏവം ചരിപ്പൂ സിദ്ധരൂപിയായി. മൈത്രേയൻ പറഞ്ഞു, സാരമായി മിതമായി സ്വാർത്ഥമാമത്തെൻമൊഴി കേൾക്കവേ പ്രീതനായി പുഞ്ചിരിച്ചേവം കുമാരൻ ചൊന്നിതുത്തരം. സനൽകുമാരൻ പറഞ്ഞു, എല്ലാം അറിഞ്ഞും ഈ ചോദ്യം ലോകത്തിൻ ഹിതമോർത്തു നീ ചെയ്തു നന്നായി. സജ്ജനത്തിൻ രീതി താനിതു ഭൂപതേ. സാധുക്കൾ തൻ ചേർച്ച രണ്ടു കക്ഷിക്കും ദോഷഹേതുകം. ഏവർക്കും ഗുണമാമല്ലോ തൽപ്രശ്നോത്തര ഭാഷണം. രാജൻ, നിനക്ക ഭഗവത് പദാബ്ജ സദ്ഗുണങ്ങൾ കേൾക്കാൻ കിടയറ്റൊരാഗ്രഹം ഉണ്ടെപ്പോഴും. തത്പദഭക്തി പോക്കും ഉൾക്കളത്തിലെ സർവമലത്തെയും ധ്രുവം. ശാസ്ത്രങ്ങൾ നന്നായി നിരൂപിച്ചു മർത്യർ തൻ ശുഭത്തിനായോതി അതിത്രമാത്രമാം. അനാത്മഭോഗത്തിൽ അസക്തി നിർഗുണൻ പരമ്പുമാങ്കൽ ദൃഢമായ ഭക്തിയും നൽശ്രദ്ധയും ദൈവിക ധർമ്മചര്യയും ജിജ്ഞാസ ആധ്യാത്മിക യോഗനിഷ്ഠയും യോഗേശ്വരോപാസനയും സദാ ഹൃഷീകേശൻ്റെ അപ്പുണ്യകഥാദി കേൾക്കലും. അർത്ഥാർത്ഥിയും ഭോഗിയും ഒത്തുവാണിടാതർത്ഥാധികം തൊട്ടു കളിച്ചിടാതെയും കഥാതി കൗതൂഹലമില്ല എങ്കിൽ ഏകാന്തത്തിൽ ഏകാഗ്രതയഭ്യസിക്കലും. അഹിംസയും പാരമഹംസ്യവൃത്തിയും മുകുന്ദഗീതാമൃതപാനസക്തിയും അനിന്ദയും ദ്വന്ദ്വതിദീക്ഷയും യമാദിയും നിരീഹത്വവും ആത്മനിഷ്ഠയും കർണം നിറച്ചും ഭഗവത് കഥാമൃതം നുകർന്നു പൊങ്ങും പുരുഭക്തിയും നൃപ. ഭവിക്കിൽ ആത്മവ്യതിരിക്തമേതിലും വിരക്തിയും നിർഗുണഭക്തിയും വരും. ആചാര്യനെ പിന്നെ വരിച്ചു തീവ്രമാം വിരക്തിയും ജ്ഞാനവുമാർന്നിടിൽ തഥാ ദഹിക്കുമുത്ഥാഗ്നിയിൽ നൈജയോനി പോൽ ക്ലേശാർത്ഥമാത്മാവരണം സ്വചിത്തവും. ദ്രഷ്ടാവ് ദൃശ്യങ്ങളുമെന്ന ഭേദവും നശിച്ച അഹന്താദി ഒഴിഞ്ഞൊരപ്പുമാൻ കാണില്ല. ഉണർന്നോൻ സ്വകിനാവുപോൽ പുറത്തകത്തും ആത്മവ്യതിരിക്തമേതുമേ. ദ്രഷ്ടാവ് ദൃശ്യം ഈ ഭേദമഹം ബുദ്ധി നിമിത്തമായി സുപ്തിയിങ്കലൊഴിച്ചുണ്ടാവുന്നു മർത്യന്നു സർവദാ. ജലാദിയിൽ തന്നിൽ നിന്നു മന്യത്തെ കണ്ടിടും വിധം നിമിത്തമായി ഒന്നുള്ള അന്നേ ഭേദം കാണുള്ളു മാനുഷൻ.
വിഷയാസക്തമാം ഇന്ദ്രിയത്താൽ ആകൃഷ്ടമാം മനം ഹൃദനീർത്തീരവൃക്ഷം പോൽ ഹരിപ്പൂ ബുദ്ധിശക്തിയെ മനക്ഷോഭത്തിൽ മതിയും സ്വരൂപജ്ഞാനവും കെടും. തന്നാശത്തെ ചൊൽവു വിജ്ഞരാത്മാവാൽ ആത്മനാശമായി. ഏതിൻ പ്രീതിക്ക് അന്യവസ്തുപ്രേമം ആ പ്രിയവസ്തുവെ നശിപ്പിക്കുന്നതേക്കാളും സ്വാർത്ഥനാശവും എന്തുവാൻ. ധനഭോഗാദി സംസക്തി ഫലം സർവാർത്ഥനാശമാം. അതിനാൽ ജ്ഞാനവിജ്ഞാനഭ്രംശവും ജാഡ്യവും വരും. പുരുഷാർത്ഥങ്ങൾക്കു തുലോം എതിരാമൊന്നിനോടുമേ സംഘം പാടില്ല. ഘോരാന്ത്യം കടക്കാൻ ആഗ്രഹിക്കുകിൽ പുരുഷാർത്ഥം നാലിലും വച്ചുത്കൃഷ്ടം മോക്ഷമൊന്നു താൻ. മറ്റു മൂന്നും അനിത്യങ്ങൾ നശ്വരങ്ങളുമാണവ. ഗുണക്ഷോഭം മൂലമുണ്ടാം പരാവരമശേഷവും നശിപ്പിപ്പൂ കാലരൂപനീശ്വരൻ. ക്ഷേമമെങ്ങുവാൻ ദേഹേന്ദ്രിയാസോ ധിഷണാദിയുതം ചരാചരങ്ങൾക്കു ഹൃത്തിലഥ ജീവനായും ദേഹേന്ദ്രിയാസുധിഷണാദിയുതം ചരാചരങ്ങൾക്കു ഹൃത്തിലഥ ജീവനായും നിത്യസ്വതന്ത്രതയൊടും വിലസും സ്വയം ജ്യോതിസാണു ഞാൻ. ഇതി ധരിക്കുക മാനവേന്ദ്ര. ആരിൽ ചരാചര ജഗത്തിതു മാലയിങ്കൽ സർപ്പം കണക്കെഴുവതെന്നറിവു വിവേകി. ആ നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധ തത്വൻ കർമാതിലേപരഹിതൻ പരനാശ്രയം മേ. ആർത്തൻ പദാബ്ജദളകാന്തിയിലാണ്ടുമുങ്ങി ഹൃദ്ഗ്രന്ഥി സജ്ജനമറുക്കവതവിധത്തിൽ ആകാ വിരക്തമതിയാണ്ട ജിതേന്ദ്രിയർക്കുമാ വാസുദേവനെ ഭജിക്കുക ഗാഠഗാഠം. ഷഡ്വർഗമാം മുതല ചീർത്ത ഭവാബ്ധി ഈശബോധത്തിലെന്നി എളുതല്ല കടപ്പതാർക്കും. നീയം മുകുന്ദ ഭജനീയ പദോടുപത്താൽ സംസാര ദുസ്തര മഹാബ്ധി കടന്നുകൊള്ളുക ഹരേ. മൈത്രേയൻ പറഞ്ഞു, സനൽകുമാരൻ ബ്രഹ്മജ്ഞൻ ഈ വണ്ണം വഴി പോലവേ ആത്മതത്വം വിസ്തരിക്കെ ശ്ലാഘിച്ചോതി നൃപാലകൻ. രാജാവ് പറഞ്ഞു, ദീനാനുകമ്പിയാം വിഷ്ണു മുൻപേ തന്നൊരനുഗ്രഹം സാധിപ്പിപ്പതിനായി ബ്രഹ്മൻ നിങ്ങളാഗതരായതാം. അതു സാധിതമായി പൂർണ്ണം ദയയേറുന്ന നിങ്ങളാൽ എന്തേ ഞാനടക്കം സാധുച്ഛിഷ്ടം സമസ്തവും. പ്രാണങ്ങൾ പുത്രർദാരങ്ങൾ ഗൃഹം കോശം ബലം മഹി എന്തിനേറെ സകലവും അർപ്പിക്കുന്നേൻ ദ്വിജോത്തമ. സേനാപതിത്വവും നാടും ചെങ്കോലും ബ്രഹ്മവിത്തമ. വേദശാസ്ത്രജ്ഞർ അർഹിപ്പൂ സർവലോകാധിപത്യവും. ഭുജിപ്പൂ ബ്രാഹ്മണൻ സ്വന്തമന്ന വസ്ത്രവധനാധികം. അവർ കൽപ്പിച്ചേകുമന്നം നൃപാദികൾ ഭുജിക്കയാം. ആർ വേദനിശ്ചിത വഴിക്കിതു മട്ടിൽ ആത്മതത്വം സുചിന്തിതമുരച്ച കൃപാബ്ധിയായോർ ദോഷിച്ചിടട്ടെ അവരാത്മകൃതത്തിനാൽ. മറ്റെന്തൊന്നിതിൻ പകരം അഞ്ജലിബന്ധമെന്യേ. മൈത്രേയൻ പറഞ്ഞു, ആദിഭൂപതിയാൽ ഏവം കീർത്തിതന്മാർ ഋഷീശ്വരർ തദ്ഗുണം വാഴ്ത്തി വാനേറി നാട്ടുകാർ നോക്കി നിൽക്കവേ. അധ്യാത്മശിക്ഷയാൽ സ്ഥൈര്യമാർജിച്ച ആത്മസ്ഥനാകയാൽ നേടേണ്ടതെല്ലാം താൻ നേടിയെന്നോർത്താൻ ആ നൃപേശ്വരൻ. കാലം ദേശം ബലം വിത്തം ഔചിത്യമിവയൊത്തഹോ ചെയ്താൻ. ആ മന്നനും ബ്രഹ്മാർപ്പണമായി സർവകർമ്മവും. പ്രകൃത്യതീതനാത്മാവു കർമ്മത്തിൻ സാക്ഷിയെന്നു താൻ നണ്ണി ബ്രഹ്മാർപ്പണപരം കർമ്മം ചെയ്താൻ അസക്തനായി. ഗൃഹസാമ്രാജ്യലക്ഷ്മീവാനായിട്ടും അവയൊന്നിലും ശക്തിയാർന്നില്ലർക്കനെപ്പോൽ നിരഹം മതിയാമവൻ. ഹരേ, ആത്മസ്ഥനായി കർമ്മമേവം ചെയ്ത് അർച്ചിസാം സ്വഭാര്യയിൽ വിജിതാശ്വൻ ധൂമ്രകേശൻ ഹര്യക്ഷൻ ദ്രവിണൻ മൃഗൻ ഏവം ജനിപ്പിച്ചിതാത്മതുല്യരാം 5 പുത്രരെ. യഥാകാലം ലോകപാലന്മാർക്കിഴും ഗുണമൊക്കെയും സ്വയം പൂണ്ടാൻ. പ്രജാരക്ഷയ്ക്ക് അച്യുതാത്മകനാം നൃപൻ പ്രജാരഞ്ജകൻ അഭൂപൻ. സർവഥാ സ്വഗുണങ്ങളാൽ രാജാവെന്നുള്ള നാമത്തിനർഹനായി സോമനെന്ന പോൽ ധനമാർന്നും കൊടുത്തും സ്വപ്രതാപത്താൽ ഇനോപമൻ. തേജസ്സാൽ ദുർഗമൻ തീപ്പോൽ ശക്രനെപ്പോൽ സുദുർജയൻ. ക്ഷമയാൽ ധരണീതുല്യൻ നാഗം പോൽ
കാമമേകുവോൻ ഇഷ്ടം പോൽ മഴയാൽ പർജന്യോപമം തോഷമേകുവോൻ ദുർബോധൻ കടൽ പോൽ ആത്മസ്ഥൈര്യത്താൽ മേരുസന്നിഭൻ വൈചിത്ര്യത്താൽ ഹിമാദ്രീശൻ ശിക്ഷയാൽ അന്തകോപമൻ ധനത്താൽ ധനതൻ ഗുപ്തവിത്തൻ വരുണനെന്ന പോൽ വായുപോൽ സർവഭൂതാത്മാവ് ഓജോ വീര്യബലാദിയാൽ ഭഗവാൻ രുദ്രനെപ്പോലെ ദുർധർഷൻ വിക്രമങ്ങളാൽ സൗന്ദര്യത്താൽ മാരതുല്യൻ ധൈര്യത്താൽ സിംഹസന്നിഭൻ വാത്സല്യത്താൽ മനുസമൻ പ്രഭുത്വത്തിൽ പ്രജാപതി വ്യാഴം വിജ്ഞതയാൽ ആത്മതത്വത്തിങ്കൽ സ്വയം ഹരി ഭഗവത് ഭക്ത ഗോവിപ്ര ഗുരുഭക്തി വണക്കവും പരോപകാരം സൗശീല്യം ഹ്രീയം കൊണ്ടാത്മതുല്യനും സ്ത്രീകൾ തൻ കർണരന്ധ്രത്തിൽ തേനുതിർക്കുന്ന പാട്ടിനാൽ മുപ്പാരും ആരെ കീർത്തിപ്പൂ ശ്രീരാമാഭനുമാണവൻ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 22-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.